ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മയുടെ കണ്ണീന്നൊഴുകിയത് ചൂട് കണ്ണീരാ. അത് വന്ന് വീണത് എന്റെ നെഞ്ചിലേക്കും. എന്റെ ത്യാഗം സഹിച്ചിട്ടായാലും എനിക്കിത് തെളിയിച്ചേ പറ്റുള്ളൂ. അവരെ എന്നെ കുറിച്ച് ഒന്നും ചോദിച്ചില്ല. ചോദ്യം മുഴുവൻ തന്നെ കുറിച്ചായിരുന്നു. അല്ല, വേറൊന്നുമല്ല, അന്നത്തെ ഫംഗ്ഷൻ മൊത്തത്തിൽ താനങ്ങ് ഏറ്റെടുത്തിരുന്നല്ലോ. വലിയ കാര്യമായിട്ട് അവിടെ ചെന്ന് ഞാനങ്ങ് സീറോ ആയിപ്പോയി. പക്ഷേ എനിക്ക് പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, പാട്ടുകാരി ഇഷ്ടമാണ്. പക്ഷെ ഒരു പാട്ടിന് ഇത്രമാത്രം സ്വാധീനം ഉണ്ടെന്ന് തിരിച്ചറിയുന്നു ഇപ്പോഴാ. എന്താണോ അവരിങ്ങനെയൊക്കെ പറയുന്നത്? രാധിക, തനിക്കിതെന്ത് പറ്റി? ഒന്നുമില്ല, കഴിക്കേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്തോ പ്രശ്നമുണ്ട്. താൻ കാര്യം എന്താന്ന് പറ. നോക്ക്, ചെറിയമ്മ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? അത് ഏട്ടത്തി എന്തെങ്കിലും പറഞ്ഞോ? അതെന്താ വരുൺ, ഈ കുടുംബത്തിൽ ആരുടെ മുഖം വാടിയാലും ചെറിയമ്മയെ കുറിച്ചാണോ അന്വേഷിക്കുന്നത്? അതാണല്ലോ നിങ്ങളുടെയൊക്കെ ശീലം. അപ്പൊ പിന്നെ അന്വേഷിക്കാതെ എങ്ങനെയാ? എന്നാ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോന്ന് അവള് പറയട്ടെ. അവളത് പറയില്ല ചെറിയമ്മേ. സത്യം പറഞ്ഞാ ഇവിടെ നടന്നതൊന്നും വരുൺ അറിയരുതെന്നല്ലേ അവൾ ആഗ്രഹിക്കുക. അതെ രാധികെ, എന്താ സംഭവം? എന്താ അവര് പറയുന്നേ? എടോ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? എടോ, തന്നോട് ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? എന്തെങ്കിലും ഒരു കാര്യം തന്നെ അപമാനിക്കുന്ന രീതിയിൽ ഉണ്ടായാൽ അപ്പൊ തന്നെ പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ താനീ മടിക്കുന്നേ? നിന്റെ വാക്ക് രാധിക കേൾക്കണമെങ്കില് അവള് പ്രതികരിക്കേണ്ടത് ഞങ്ങളോടല്ല, അവളുടെ അച്ഛനോടും അമ്മയോടും. എന്തായാലും നീ തേടി തേടി കണ്ടുപിടിച്ച ബന്ധം കൊള്ളാൻ വരും. കള്ളന്മാരുടെ കുടുംബത്തിൽ നിന്നൊരു സംബന്ധം. മതി, നിർത്ത. ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും പറയണ്ട. അല്ല, എന്താ രണ്ടുപേരുടെ ഉദ്ദേശം? രണ്ടെണ്ണത്തിനെ അച്ഛനോട് നിർത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള അവധി പറഞ്ഞിട്ടാ. അത് കഴിയുമ്പോ രണ്ടും ഉടനെ ഇറങ്ങേണ്ടി വരും. ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് സ്വന്തം ഭാര്യ എവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമോന്നൊന്ന് അന്വേഷിച്ചു നോക്ക്. രാധിക, നോക്ക്, താൻ എന്താ കാര്യം എന്ന് വെച്ചാ പറ. വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കില്ലേ? കാര്യം എന്താണെന്ന് ഞാൻ പറയാം. കണിമംഗലത്തുനിന്ന് കുറച്ച് ആഭരണങ്ങൾ കാണാതെ പോയി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത് അന്വേഷിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇന്നത് കണ്ടെത്തിയത് എവിടുന്നാണെന്ന് അറിയാവോ? ഇവളുടെ അമ്മയുടെ കഴുത്തിൽ നിന്ന്. ബാക്കി അറിയണ്ടേ നിനക്ക്? യശോദയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഒന്ന് നോക്കിയേ. ഇത് കണിമംഗലത്ത് പരമ്പരാഗതമായ ആഭരണമല്ലേ? അക്കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടോ? നോക്കൂ, എനിക്ക് മാല ദേവേട്ടന്റെ അമ്മ തന്നതാ. തിരുമേനി, ഒന്ന് അമ്മയെ വിളിക്കൂ. അമ്മേ, അമ്മ എനിക്ക് അന്നൊരു മാല തന്നില്ലേ? അത് അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടിയതാ? ഏത് മാല? ഞാൻ നിനക്ക് മാല തന്നോ? പ്രിയങ്കയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നതാ. അവളുടെ കയ്യിൽ കൊടുത്ത വലിച്ചെറിഞ്ഞ് കളയും, അതുകൊണ്ട് നീ തന്നെ കഴുത്തിലിട്ടോന്നും പറഞ്ഞ് എന്നെ നിർബന്ധിച്ചില്ലേ? അയ്യോ, എനിക്ക് അങ്ങനെ ഒരു കാര്യം ഓർമ്മയില്ല. ഞാൻ നിനക്ക് അങ്ങനെ ഒരു മാല തന്നിട്ടേയില്ല. അമ്മ നിർബന്ധിച്ച് കയ്യിൽ തന്നപ്പോഴും ഇടണ്ടെന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷെ അമ്മ എന്നെ നിർബന്ധിച്ചു. അതിന്റെ പേരില് എന്റെ മോളെ കള്ളിയാക്കല്ലേ?
ഈ നടന്ന കാര്യങ്ങളുമായിട്ടേ ഞങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവളുടെ അമ്മയെ നിർബന്ധിച്ച് ഇവളുടെ അമ്മയുടെ കഴുത്തിൽ മാലയിട്ട് കൊടുക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. ആ കൈയോടെ കളവ് പിടിച്ചതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പതിവ് പോലെ ആ കുറ്റവും എന്റെയും ചെറിയമ്മയുടെയും തലയിൽ വന്നേനെ. എല്ലാം തീരുമാനിച്ചു തന്നെയാ ഇവള് കണിമംഗലത്തെ മരുമകളായത്. ഏട്ടത്തെ താക്കോൽ കൂട്ടം കയ്യിൽ കൊടുത്തപ്പോ മുതല് ഇവള് മറ്റുള്ളവരോട് എങ്ങനെയാ പെരുമാറുന്നതെന്ന് നിനക്കറിയില്ലല്ലോ. ഇപ്പൊ ഇത് പിടിച്ചില്ലെങ്കിലേ മാസങ്ങൾക്കുള്ളില് കണിമംഗലം മുഴുവൻ ഇവള് കൊള്ളയടിച്ചാനെ. മതി, നിർത്തോ. രാധികേ, ഇങ്ങനെ ഒരു കാര്യം നടന്നാ ഞാൻ വന്നപ്പോ തന്നെ ആ കാര്യം എന്നോട് പറയേണ്ടതല്ലേ? സമാധാനായിട്ടിരിക്കേ. ഇത്രയൊക്കെ കേട്ടിട്ട് എങ്ങനെ ഞാൻ സമാധാനമായിട്ടിരിക്കുക? എടോ, ഇതിനകത്ത് എന്തോ ചതി നടന്നിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാതെ ഞാൻ എന്തായാലും അടങ്ങില്ല. ചതി നടന്നിട്ടുണ്ട്. അത് തന്നെയാ ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ. എന്തായാലും അച്ഛനും അമ്മയ്ക്കും ഇവളുടെ കുടുംബക്കാരെ കുറിച്ച് നല്ല അഭിപ്രായമായി. മകളൊരുത്തി മരിച്ചു എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് അടുത്ത ആളെ പിടിച്ച് കയ്യിൽ ഏൽപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ലല്ലോ ദേവനാരായണൻ തിരുമേനിക്ക്. അത്രയ്ക്കേ ഉള്ളൂ അയാളുടെ മഹത്വം. മതി, നിർത്ത. ഇനി എങ്ങാനും ഒരു അക്ഷരം പറഞ്ഞോണ്ടല്ലോ ആ നാവ് ഞാനിങ്ങ് പിടിച്ചെടുക്കും. ചെറിയമ്മ പോരെ. ഇവൻ കണ്ടുപിടിക്കോ കുറ്റവാളിയെ ശിക്ഷിക്കോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ, നമുക്കെന്തോന്നേ. വാ. ഇവരൊക്കെ പറയുന്ന കേട്ട് അച്ഛനും അമ്മയും കള്ളത്തരം കാണിച്ചു എന്ന് ഇവിടെ ഉള്ള എല്ലാവരും അങ്ങ് വിശ്വസിച്ചു അല്ലേ? എന്നാ പിന്നെ അവരൊക്കെ ഒന്ന് കാണണമല്ലോ. വരുൺ, വരുൺ, അതൊന്നും വേണ്ട. ഞാൻ പറയുന്ന കേൾക്ക് വരുൺ. ഇവിടെ സംഭവിച്ച എന്ത് തന്നെയായാലും എന്റെ അച്ഛനും അമ്മയും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ളത് സത്യ. പക്ഷെ അമ്മയുടെ കഴുത്തില് കണിമംഗലത്തെ പാരമ്പര്യമായിട്ടുള്ള മാല കിടപ്പുണ്ട്. അത് വന്ന വഴി നമുക്കറിയണം. അതിന് വേണ്ടത് സമയോ വേണം വെച്ചാ വരുൺ ഒറ്റപ്പെട്ടു പോകും. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നടന്നത് എന്താ നമുക്ക് തെളിയിച്ചേ പറ്റൂ. വേണോടോ, എല്ലാത്തിനും ഒരു വഴി തന്റെ കൃഷ്ണൻ കാണിച്ചു തരും. അല്ലെങ്കിൽ പിന്നെ കണ്ണന്റെ ഭക്തയെന്ന് പറഞ്ഞ് മുഴുവൻ സമയം ആ പൂജാമുറി ഇരിക്കേണ്ട കാര്യം എന്താ? അമ്മയുടെ കണ്ണീന്ന് ഒഴുകിയത് ചൂട് കണ്ണീരാ. അത് വന്ന് വീണത് എന്റെ നെഞ്ചിലേക്കും. എന്റെ ത്യാഗം സഹിച്ചിട്ടായാലും എനിക്കിത് തെളിയിച്ചേ പറ്റുള്ളൂ.